വെളിച്ചെണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് ഉലുവ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഉലുവ, ദെൻ കരിഞ്ജീരകം, ചുവന്ന തൃത്താവ്, ദെൻ ചെമ്പരത്തി, ദെൻ ഒരു കറ്റുവാഴ, ഒരു വലിയ കറ്റുവാഴത്തണ്ട്, നെല്ലിക്ക, ഉള്ളി, ദെൻ കുറച്ച് മൈലാഞ്ചിയുടെ ഇല, ദെൻ കറിവേപ്പില. ഈ മൈലാഞ്ചി ഇലയുടെ കൂട്ടത്തിൽ കുറച്ച് നീലാമ്പരിയുടെ ഇല കൂടെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ കാച്ചിയ നമ്മുടെ മുടി കൊഴിച്ചിലിനൊക്കെ നല്ലതാണ്, കുട്ടികൾക്കും നല്ലതാണ്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചട്ടി ചൂടാക്കി എടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ മുഴുവനായിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ എല്ലാം ഒരുമിച്ച് കൊള്ളല്ലോ, അപ്പോൾ ഞാൻ പല പല സെക്ഷൻസ് ആയിട്ടാണ് അടിച്ചെടുത്തത്. അപ്പം നന്നായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആദ്യം നമുക്ക് ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ നല്ലൊരു കട്ടി തോന്നിയിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ട് കട്ടിയൊക്കെ കുറഞ്ഞ് നമുക്ക് നല്ല എളുപ്പത്തിന് ഇളക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് സെറ്റാവാനുണ്ട്. ഇത് ഇനി ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് പകർത്താം. അതായത് നന്നായിട്ട് അരിച്ചിട്ട് കുപ്പിയിലേക്ക് പകർത്താം. ഞാൻ കുറച്ച് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ പൊട്ടിച്ച് നമുക്ക് ആ കുപ്പിയിലേക്ക് ഒഴിക്കാം. കാച്ചാനെടുത്തപ്പോൾ വെളിച്ചെണ്ണ അത് ഫുള്ളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കാച്ചി കഴിഞ്ഞപ്പോൾ ഇത്ര മാത്രമാണ് നമുക്ക് കിട്ടിയത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.